യുദ്ധത്തിന്റെ നിഴൽ നീളുന്നുവെന്ന സൂചന നൽകുന്ന തരത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അതീവ അപകടകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വാക്കുകളുടെ പോരാട്ടം കടന്ന് ഭീഷണികളുടെ ഭാഷയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയത്. രാജ്യ തലസ്ഥാനമായ ടെഹ്റാനിന്റെ ഹൃദയഭാഗമായി പലസ്തീൻ സ്ക്വയറിൽ സ്ഥാപിച്ച ഭീമൻ ബാനർ വെറുമൊരു പ്രചാരണ പോസ്റ്റർ മാത്രമല്ല, മറിച്ച് ഇസ്രായേലിനെയും അമേരിക്കയും ലക്ഷ്യമിട്ട് ഇറാൻ ഉയർത്തുന്ന തുറന്ന യുദ്ധ സന്ദേശമായാണ് അത് വിലയിരുത്തപ്പെടുന്നത്. ഈ ബാനറിലൂടെ ഇറാൻ നൽകുന്ന സന്ദേശം അതീവ വ്യക്തമാണ്. IDF-ഓ അഥവാ ഇസ്രായേൽ പ്രതിരോധ സേനയോ അമേരിക്കൻ സൈന്യമോ ഇറാനെ ആക്രമിച്ചാൽ പ്രതികാരം ഇസ്രായേലിന്റെ മണ്ണിലേക്കാണ് പതിക്കുക. അതൊരു ചെറിയ മറുപടിയല്ല, മറിച്ച് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമെന്ന അതിശക്തമായ മുന്നറിയിപ്പാണ് ബാനറിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും സംഘർഷഭരിതമായ മേഖലയായ മിഡിൽ ഈസ്റ്റിൽ ഇത്തരമൊരു പരസ്യ ഭീഷണി ഉയരുന്നത് ഇരു രാജ്യങ്ങൾക്കിടയിലെ സംഘർഷം എത്രത്തോളം അപകടകരമായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവായി മാറുകയാണ്. പ്രശസ്ത മാധ്യമമായ വിയോണാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എങ്കിലും പ്രസ്തുത ബാനറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ സത്യമാണോ എന്ന് തങ്ങൾ സ്വതന്ത്രമായി പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടില്ലെന്നും വിയോൺ അറിയിച്ചു. എന്നിരുന്നാലും ബാനർ സ്ഥാപിച്ചതും അതിലെ സന്ദേശം വ്യാപകമായി പ്രചരിച്ചതും ഇറാൻ തങ്ങളുടെ നിലപാട് വെറും നയതന്ത്ര പ്രസ്താവനകളിൽ ഒതുക്കാതെ തുറന്ന മുന്നറിയിപ്പായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇതോടെ ഇറാനിൽ ഉയർന്ന ഈ ബാനർ ഒരു രാജ്യത്തിന്റെ ഭീഷണി മാത്രമല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിനെ വീണ്ടും യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമായി മാറുകയാണ്. ബാനറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഭൂപടമാണ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത്. മധ്യ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുള്ള ഈ മാപ്പിൽ നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ വ്യക്തമായി അടിവരയിട്ടിട്ടുണ്ട്. അതിൽ ബെൻ ഗുരിയോൺ വിമാനത്താവളം, ടെൽ അവീവിലെ IDF-ന്റെ പ്രധാന ആസ്ഥാനം എന്നറിയപ്പെടുന്ന കിരിയ ബേസ്, ഗ്ലിഹോട്ടിലുള്ള IDF ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ ബേസ് എന്നിവ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ പ്രദേശത്തുടനീളമുള്ള മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ ഇറാൻ തന്റെ ലക്ഷ്യങ്ങൾ കൃത്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും ആക്രമണമുണ്ടായാൽ പ്രതികാരം ആസൂത്രിതമായിരിക്കുമെന്ന സന്ദേശം നൽകുന്നുവെന്നത് വ്യക്തമാണ്. ഈ ബാനറിലെ മറ്റൊരു ശ്രദ്ധേയമായ ഘടകം അതിലെ ദൃശ്യാവിഷ്കാരം തന്നെയാണ്. കടും ചുവപ്പ് നിറത്തിലുള്ള ഫയർ ബട്ടൺ ഉൾക്കൊള്ളുന്ന ഒരു സൈനിക മേശ, ഒരു യുദ്ധവിമാനം, 2 ബാലിസ്റ്റിക് മിസൈലുകൾ, ഒരു റേഡിയോ എന്നിവയും ബാനറിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇതോടൊപ്പം ചില രാഷ്ട്രീയ കുറിപ്പുകളും ദൃശ്യങ്ങളായി ചേർത്തിട്ടുണ്ട്. യു സ്റ്റാർട്ട് ഇറ്റ്, വി ഫിനിഷ് ഇറ്റ് എന്ന ഇംഗ്ലീഷ് തലക്കെട്ട് ബാനറിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നതും ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഈ വാചകം ഇറാന്റെ കടുത്ത പ്രതികാര നയം വ്യക്തമാക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ബാനറിൽ നൽകിയിരിക്കുന്ന മാപ്പിൽ ജെറുസലേം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ജെറുസലേം പോലെയുള്ള നിർണായകമായ ഒരു നഗരം മാപ്പിൽ കാണാത്തത് വിവിധ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇറാന്റെ ഈ നീക്കത്തിന് ഇസ്രായേൽ ഔദ്യോഗികമായി എങ്ങനെ പ്രതികരിക്കുമെന്നതും ആഗോള ശ്രദ്ധ നേടുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല. എന്നിരുന്നാലും ഇസ്രായേൽ പ്രതിരോധ സേന അതീവ ജാഗ്രതയിലാണ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാനെ കുറിച്ചുള്ള ചർച്ചകൾക്കായി നെതന്യാഹു ഈ ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കരാർ ഉണ്ടാക്കണമെങ്കിൽ ഇറാനിയൻ അച്ചുതണ്ടിനുള്ള ഇറാൻ പിന്തുണ അവസാനിപ്പിക്കുന്നത് അതിൽ ഉൾപ്പെടുത്തണമെന്ന നിലപാട് നെതന്യാഹു ആവർത്തിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ശക്തമായ സമ്മർദ്ദ തന്ത്രങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനുമായി ഒരു ആണവ കരാർ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം ഒഴിവാക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഫെബ്രുവരി 7-ന് അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ, US സെൻട്രൽ കമാൻഡിന്റെ കമാൻഡർ ബ്രാഡ് കൂപ്പർ എന്നിവർ അറേബ്യൻ കടലിൽ USS എബ്രഹാം ലിങ്കൺ സന്ദർശിച്ചതും ഇറാനെ ചുറ്റും അമേരിക്ക സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചതും സംഘർഷം കൂടുതൽ കടുപ്പിച്ചതായി വിലയിരുത്തപ്പെടുന്നു. കൂടാതെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൗരന്മാരോട് ഉടൻ രാജ്യം വിടാൻ ആവശ്യപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതും സ്ഥിതി അതീവ ഗുരുതരമാണെന്ന സൂചനയായി കണക്കാക്കപ്പെടുന്നു. ട്രംപ് നടത്തിയ ചില പരാമർശങ്ങളും സാഹചര്യത്തെ കൂടുതൽ കടുപ്പിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വളരെ ആശങ്കാകുലനാകണമെന്നാണ് ട്രംപ് പ്രസ്താവിച്ചത്. അതോടൊപ്പം അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിലും ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളിൽ താരിഫ് ചുമത്താൻ ആവശ്യപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതും ഇറാനെ സാമ്പത്തികമായി കൂടുതൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നു. ഇതെല്ലാം നടക്കുന്നതിനിടയിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി 37 വർഷത്തിനിടെ ആദ്യമായി ഒരു പ്രധാന സൈനിക യോഗം ഒഴിവാക്കിയതും വലിയ ചർച്ചകൾക്ക് കാരണമായി. ഫെബ്രുവരി 8-ന് നടന്ന വ്യോമസേന കമാൻഡർമാരെ കുറിച്ചുള്ള വാർഷിക യോഗത്തിലാണ് ഖമേനി പങ്കെടുക്കാതിരുന്നത്.
COVID-19 കാലത്ത് പോലും അദ്ദേഹം ഈ യോഗം ഒഴിവാക്കിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ പശ്ചാത്തലത്തിൽ അമേരിക്ക ഇറാൻ ആണവ കരാർ യുദ്ധഭീഷണി അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും വീണ്ടും സജീവമായി ഉയർന്നിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ആണവ കരാർ ട്രംപ് സൈനിക ഭീഷണികൾ കുറയ്ക്കുന്നതോടെ സംഘർഷം ലഘൂകരിക്കാൻ സഹായിക്കുമെന്ന് നിരവധി റിപ്പോർട്ടുകൾ വിശകലന വിദഗ്ധരെ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. JCPOAയ്ക്ക് ശേഷം അവസാനിക്കുന്ന ഇറാനിലെ IAEA പരിശോധനകൾ പുനഃസ്ഥാപിക്കാൻ ഒരു പുതിയ കരാർ സാധിക്കുമെന്ന വിലയിരുത്തലും ചില വൃത്തങ്ങൾ പങ്കുവെക്കുന്നു. എന്നാൽ ഇറാൻ തന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വിലപേശാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നതിനാൽ കരാർ ചർച്ചകൾക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഒരു കരാർ ഉണ്ടാകണമെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണമോ ആണവായുധമോ ഇല്ലെന്ന് ഉറപ്പാക്കണമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ചർച്ചകൾ കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇറാന്റെ ഭൂപട ഭീഷണിയും അമേരിക്കയുടെ സൈനിക സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളും ഇസ്രായേലിന്റെ ജാഗ്രതാ നിലപാടുകളും എല്ലാം ചേർന്ന് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം കൂടുതൽ അപകടകരമായ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് എന്ന് സൂചന നൽകുന്നു. ഇപ്പോൾ പുറത്തുവന്ന ബാനറും ഭൂപടവും വെറും ഒരു മുന്നറിയിപ്പായി മാത്രം നിൽക്കുമോ? അതല്ലെങ്കിൽ യഥാർത്ഥ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്.